നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോയാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടത്. കോഴിക്കോട് മുക്കം സ്വദേശിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന സദ്ദാം എന്ന യുവാവിനെയാണ് സംഘം ക്രൂരമായി മർദ്ദിക്കുന്നത്. ക്രിസ്തുമസിന് തൊട്ടു മുൻപാണ് ഈ വീഡിയോയ്ക്ക് ആസ്പദമായ സംഭവം അരങ്ങേറുന്നത്. ബൈക്കിലെത്തിയ സംഘം സദ്ദാമിനെ കൂട്ടിക്കൊണ്ടുപോവുകയും മുക്കത്തെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് പിറകിലുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ക്രൂരമായി മർദ്ദിക്കുന്നതോടൊപ്പം തന്നെ 18,000 രൂപ ഇവർ സദ്ദാമിനോട് ആവശ്യപ്പെടുന്നതായും വീഡിയോയിലുണ്ട്. ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ വീഡിയോ എടുത്ത് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള ധൈര്യവും ഈ സംഘം കാണിച്ചു എന്നുള്ളത് അത്ഭുതകരമാണ്. എന്തുതന്നെയായാലും എന്തിനാണ് തന്നെ ഇത്തരത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് എന്നുള്ളത് തനിക്ക് അറിയില്ല എന്നാണ് സദ്ദാം പറയുന്നത്. ഭിന്നശേഷിക്കാരനായ ഒരു യുവാവിനെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നത് വളരെ നീചമായ ഒരു കാര്യം തന്നെയാണ്. സദ്ദാം മറുനാടനോട് പ്രതികരിക്കുന്നു. സദ്ദാം ടെലിഫോണിൽ ചേരുന്നു. സദ്ദാമിക്കാണോ? ഇക്ക ഞാനേ മറുനാടൻ മലയാളി ചാനലിൽ നിന്ന് വിളിക്കുകയാണേ. നമ്മള് ഇക്ക തിരക്കിലാണോ? തിരക്കിലല്ല, ഞാനിപ്പോ അതിന്റെ ഒരു മീറ്റിംഗിലേനി. അതിന്റെ ഒരു മീറ്റിംഗിലേനി. ഞാൻ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി തന്നെ വിളിക്കണ്ടേ. എന്താ കാര്യം ഒന്ന് പറയുമോ? സംഭവിച്ചത് കാര്യങ്ങള് ഇന്ന് വിളിച്ചെത്തിയതാണ്. ഇന്ന് വിളിച്ചെത്തിയായിട്ട് ഒരു റൂം കൊണ്ട് ഇന്ന് തച്ചതാണ്. അതുപോലെ 5 ആൾക്കാരുണ്ട്. എന്തിനാ അവരെന്തിനാ വെറുതെ എന്താ എനിക്ക് പറയാ, അതിനെന്താ പറയാ, ഓല് വേണോണ്ട് ടച്ച് ചെയ്യാന്. എന്നിട്ട് കാശ് ചോദിച്ചോ? കാശ് 18 രൂപ വെച്ച്. 18 രൂപ. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ ഇന്റെ അല്ലാന്ന് 18 രൂപ ചോദിച്ചപ്പോ ഇന്റെ അല്ലാന്ന് ഞാൻ. ഇത് ഇക്കയുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണോ? നാട്ടിലുള്ള ആൾക്കാർ തന്നെ. പരിചയമുള്ള ആളുകളാ? പരിചയമുള്ള ആളുകളാ? പരിചയമുള്ള ആൾക്കാർ. അപ്പൊ അവരെന്തിനാ ഇങ്ങനെ ചെയ്തത്? പരിചയമുള്ള ആളുകള് എന്താന്ന് എനിക്ക് അറിയാം, ഓരോണ്ട് തന്നെ ചോദിക്കേണ്ടി വരും. എന്നിട്ട് ഇപ്പൊ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പരാതി കൊടുത്തില്ല. പോലീസുകാർ പൊരയില് വന്നീനി. പൊരയില് വന്നീനി, ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഇന്നലെ പോലീസുകാർ വന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ കാരണവന്മാരോടൊക്കെ ചോദിച്ചാതെ എനിക്ക് അത് ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യാനില്ല എന്ന് ഞാൻ. എന്നിട്ടിപ്പോ കാരണവന്മാരൊക്കെ ബന്ധുക്കളൊക്കെ എന്താ പറയുന്നത്? ഇപ്പൊ പഞ്ചായത്ത് പഞ്ചായത്ത് ഫുള്ളായിട്ടുമില്ല. ആൾക്കാർ ഫുള്ള് വന്നില്ല. എന്നെ തച്ചോലേ ഫുൾ ടീം വന്നിട്ടില്ല. 2 ആള് വന്നില്ല. ഒരു 4 ആളാണ്. ഒരു 4 ആള് ഇങ്ങനെ പറയാം. ഞാൻ പറഞ്ഞ 4 ആളല്ല 5 ആളുണ്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ മീറ്റിംഗ് ആള് നിർത്തിവെച്ചാ. ഇക്ക ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ഞാൻ ജോലിക്ക് പോയത്. എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ഡ്രൈവർ പണിയാണ് അല്ലേ? മുക്കത്ത് തന്നെ? മുക്കത്ത് ഡ്രൈവർ പണി. അതെ. അപ്പൊ ഇത് എപ്പോഴാ സംഭവിച്ചെപ്പോഴാ? ഇത് സംഭവിച്ചത് 10 മണിയാകുമ്പോ. എന്ന്? ഇത് ക്രിസ്മസിന്റെ മുന്നാ സംഭവിച്ചത്. ക്രിസ്മസിന്റെ മുൻപാണ് അല്ലേ? നേരെ മുന്നേ. എന്നിട്ട് ഇത് വീഡിയോ എടുത്തത് അവർ തന്നെയാ? ഓല തന്നെ വീഡിയോ എടുത്ത് ഓല തന്നെ വിട്ട് പാലി പോയാ. അല്ല, ഓരോ വീഡിയോ എടുത്തിട്ട് അവരെന്താ പറഞ്ഞത്? ഒക്കെ ഓല തന്നെ വീഡിയോ എടുത്ത് നമ്മള് പിന്നെ മോന്തങ്ങനെ പൊത്തി പിടിച്ചാ. അല്ല, വീഡിയോ എടുത്ത സമയത്ത് അവരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതില് ഓല ഓരോന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ചത്? ചോദിക്കുന്നത് പായ് വേണോ അങ്ങനൊക്കെ ചോദിക്കണേ. പായ് വേണോ, കടിക്കാൻ ഞങ്ങക്ക് കടിക്കാൻ ഈ സ്ഥലം പോലെയെന്നൊക്കെ ചോദിക്കണേ. അങ്ങനത്തെ ഓരോ വാക്കുകളാ. എന്നിട്ട് അവര് മീൻസ് കൊറേ അടിക്കുന്നത് കണ്ടു. ഇക്കയ്ക്ക് ആശുപത്രി മണിക്കൂറിന് അടിച്ചാണ്. അരമണിക്കൂർ അടിച്ചിട്ട് പിന്നെ എന്നോട് വേറെ ആരാ ഉള്ളത് ചോദിച്ചിട്ട് നേരെ വേറൊരു പീടിയ പോയി. ആ പീടിയയിൽ കയറി അറ്റാക്ക് ചെയ്താണ്. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? വേറെ കടയിലൊക്കെ കയറിയത്? ഇത് ട്രാപ്പിങ് എന്താ പറയുന്നത്? ആ ചെറിയ ബുദ്ധിയിലാണ് ചെയ്യായിരുന്നു. അങ്ങനെ പറയാല്ലേ, ട്രാപ്പിംഗ് ആണ്.
അങ്ങനെ അങ്ങനെ. അല്ല, എന്നിട്ട് ഇപ്പം പഞ്ചായത്തിന്റെ ആളുകൾ ഇപ്പൊ എന്താ പറഞ്ഞത്? പഞ്ചായത്തൊന്നും ആയില്ല, പഞ്ചായത്ത് നടക്കൂല. നടക്കില്ല. നടക്കൂല. നമ്മളെന്തോന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. രണ്ടാളും ഇതിന് വന്നിട്ടുമില്ല. അതായത് അവർക്ക് ഇത് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണല്ലേ അവര്? അവർക്ക് പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ബന്ധുക്കളായിട്ട് സത്യത്തില് എനിക്കും പ്രശ്നമല്ല. അതിന്റെ ബാക്കിയുള്ളവർക്ക് കുടുംബക്കാർക്കൊക്കെ ഈ മീഡിയ വണ്ണിൽ എല്ലായിടത്തും വന്നതിനോട് ഒരു വിഷയമാണ്. അതെ അതെ, അത് ശരിയാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരാള് കൂട്ടം കൂടിയിട്ട് മുറിക്കകത്ത് കൊണ്ടുപോയിട്ട് മർദ്ദിക്കാന്ന് പറയുമ്പോ അത് ശരിയുള്ളൊരു കാര്യമല്ലല്ലോ. അല്ലിക്ക, എന്നിട്ടിപ്പം പോലീസിൽ പരാതി കൊടുക്കാൻ തന്നെയാണോ തീരുമാനം? പോലീസിന് പരാതി ഞാൻ കൊടുത്തില്ല. ഇന്നലെ വൈകുന്നേരം പോലീസുകാർ പുറകെ വന്നിന്. ഞാൻ വന്ന് കേസ് കൊടുക്കണ്ടോന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. ഞങ്ങൾ പൊയ്ക്കോളിയായിരുന്നു. ഞാൻ എനിക്കിഷ്ടല്ല. ഞാൻ എന്റെ കാരണവന്മാരോടൊക്കെ ചോദിച്ചോ കൊടുന്നിട്ട് കേസ് എടുക്കണ്ട ഞാൻ പറഞ്ഞുതരാന്ന്. അങ്ങനെ പറഞ്ഞാ ആണല്ലേ. എന്തു തന്നെയായാലും നിലവിൽ ഇതുവരേക്കും സദ്ദാം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ കണ്ട പോലീസുകാർ തന്റെ അടുത്ത് എത്തിയിരുന്നുവെന്നും എന്നാൽ താൻ തന്റെ ബന്ധുക്കളോട് ചോദിച്ചതിന് ശേഷം മാത്രം അതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ട് പോകാം എന്നുമാണ് സദ്ദാം പറയുന്നത്. ഒരു പക്ഷേ ഇയാളെ മർദ്ദിച്ച ആളുകളുടെ ഭീഷണിയെ ഭയന്നായിരിക്കാം സദ്ദാം ഇത്തരത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. സദ്ദാം പറയുന്നത് ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിച്ചുവെങ്കിലും തന്നെ മർദ്ദിച്ച ആളുകളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ പ്രതികരണമല്ല ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അവരിൽ പലരും ഈ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് എത്തിയില്ല. അതിനാൽ തന്നെ ഒത്തുതീർപ്പ് ചർച്ച നിലവിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല എന്നുമാണ് സദ്ദാം പറയുന്നത്. എന്തു തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട സദ്ദാം പരാതിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം വളരെ ക്രൂരമായ ഒരു കൃത്യമാണ് നടന്നിരിക്കുന്നത്. ഭിന്നശേഷിക്കാരനായ അതും മാനസികമായി വെല്ലുവിളി നേരിടുന്ന ഒരു യുവാവിനെ സംഘം ചേർന്ന് ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക, അവിടെ വെച്ച് അയാളെ ക്രൂരമായി മർദ്ദിക്കുക, അയാളിൽ നിന്ന് പണം ആവശ്യപ്പെടുക, അയാളെ അസഭ്യം പറയുക. മാത്രവുമല്ല, ഏറ്റവും നികൃഷ്ടമായ കാര്യം ഇതിന്റെ എല്ലാം വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. എന്തുതന്നെയായാലും ഈ പ്രതികൾ ഉചിതമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അതിന് സദ്ദാം നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ് ആവശ്യം. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.